യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇന്ന് എങ്ങനെയെങ്കിലും പണം കൊടുത്ത് കേസ് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ സോനിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. ചെറുതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ ഇന്ദ്രൻ ഇങ്ങനൊരു ആവശ്യമായിട്ട് എൻ്റെ മുന്നിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങളുടെ സാഹചര്യം എനിക്കറിയാം. വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങളെ വീട് പണയപ്പെടുത്തി ഒരു ബാങ്കും പണം തരുന്നില്ല. പ്രൈവറ്റ് ബാങ്കുകാർ പറയുന്നത് പ്രമാണം അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നാ. അങ്കിളിന്റെ ബന്ധങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുന്നുള്ള പ്രതീക്ഷയല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. പ്രതീക്ഷയൊക്കെ നല്ലതാ. എന്തായാലും വീട് പണയപ്പെടുത്തി കടം വീട്ടാൻ നിന്റെ അമ്മ സമ്മതിച്ചല്ലോ. വീട് സുശീലയുടെ പേരിലല്ലേ? ആ അതെ, അമ്മയുടെ പേരില. എങ്കിൽ നീ അവരെയും കൂട്ടി വന്നായിരുന്നു എന്റെ മുമ്പില്. വേറൊന്നിനുമല്ല, ആർക്കും എപ്പോ വേണമെങ്കിലും എല്ലാം നഷ്ടപ്പെടാമെന്ന് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനാ. കഴിഞ്ഞ വിഷു ദിവസം സുശീല പഞ്ചരത്നത്തിൽ വന്നത് നിന്റെ അറിവോടെ ആണോ എന്ന് എനിക്കറിയില്ല. അന്ന് ആ വീട് വിൽപ്പനയ്ക്കുള്ള കരാർ എഴുതുന്ന ദിവസമായിരുന്നു. നിന്റെ അമ്മ വന്നത് മുടക്കി. അന്നത് അവർ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ രഘു ജയിലിൽ കിടക്കില്ലായിരുന്നു. ദുബായിലൊരു കമ്പനിയിൽ അവന് കിട്ടിയ നല്ല ജോലി നഷ്ടപ്പെടില്ലായിരുന്നു. അമ്മ പല തെറ്റുകളും ആ കുടുംബത്തോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ അതൊന്നും എന്റെ അറിവോടെയോ സമൂഹത്തോടു കൂടിയല്ല. പിന്നെ അമ്മയും പല അവസരങ്ങളിൽ ആ കുടുംബം അപമാനിക്കുകയും താഴ്ത്തിക്കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു വൈരാഗ്യത്തിലാ അമ്മ ഓരോന്ന് ചെയ്യുന്നതൊക്കെ. ഏത്? ഇപ്പോഴും നിന്റെ അമ്മയെ നീ ന്യായീകരിക്കണം. നിന്റെ ഈ സപ്പോർട്ടാണ് അവരുടെ അഹങ്കാരത്തെ ഇത്രത്തോളം വളർത്തിയെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക. നിന്റെ അമ്മ ജയിക്കുമ്പോ നീയാണ് തോക്കുന്നത്. നിന്റെ ജീവിതമാണ് നിനക്കില്ലാതാകുന്നത്. ഒന്ന് നീ ഓർത്തോ, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിന്റെ അമ്മ പോലും നിന്റെ കൂടെ നിൽക്കുവോ? അത് ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുമ്പോൾ നിന്നെ ആദ്യം തള്ളിപ്പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും നിന്റെ അമ്മ തന്നെ ആയിരിക്കും. ആ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല. അതാണ് ദാസ് എന്ന് വെച്ച് എന്റെ മുന്നിൽ ഒരു ആവശ്യമായിട്ട് വന്ന നിന്നെ ഞാൻ നിരാശപ്പെടുത്തില്ല. ഒരു ശ്രമമെങ്കിലും ഞാൻ അതിനുവേണ്ടി നടത്തിയിരിക്കും. വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് ഒരാളെ പോയി ഒന്ന് കണ്ടു നോക്കാം. ഞാനൊന്ന് റെഡി ആവട്ടെ. ആ ശരി അങ്കിള്. ദാസാറിനെ ഒന്ന് കാണാൻ വന്നതാ. രാവിലെ എന്നും ഓഫീസ് തുറക്കുന്നത് ഞാനാ. നിങ്ങൾ സംസാരിക്കുന്നുണ്ടോണ്ടാ ഞാനവിടെ മാറി നിന്നത്. മനസ്സിലായി. ഇവിടെ നിന്നാ അവിടെ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കാലോ അല്ലേ? അതിന് എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിച്ചിട്ടില്ലോ ഇന്ദിര.
ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നാട്ടിപ്പാട്ടാ. കോംപ്രമൈസ് പാളിയ പണിയാവൂല്ലോ ഇന്ദ്ര. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവില്ല. കൊള്ളാം. ഇത് ഇവിടുന്ന് നിൽക്കുന്ന ലക്ഷണം ഇല്ലല്ലോ ഇന്ദ്ര. വിജയ, നീ എന്നോട് സൂക്ഷിച്ച് സംസാരിക്കണം. ഒരു കാലത്ത് എന്റെ ഷോപ്പിലെ വെറും ജോലിക്കാരനായിരുന്നു നീ. അത് നീ മറക്കണ്ട. അതിപ്പോ ഇന്ദ്രൻ പണ്ട് സച്ചി സാറിന്റെ കടയിലെ എടുത്തുകൊടുപ്പുകാരനായിരുന്നില്ലേ? നീ നിന്റെ മുതലാളിയോട് കാണിച്ച പോലെ എന്തായാലും ഞാൻ നിന്നോട് കാണിക്കില്ല. വന്ന വഴി മറക്കാത്തതുകൊണ്ടാ വിജയൻ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. ആ വിജയ, സാറേ, രാവിലെ തന്നെ ജീവിക്കാനുള്ള ഓട്ടം തുടങ്ങിയോ? ശങ്കരാചാര്യ പറഞ്ഞ പോലെ ഉദരനിമിത്തം ബഹുകൃത വേഷം. പിള്ളേര് രണ്ടല്ലേ സാറേ, സ്കൂളും കോളേജൊക്കെ തുറന്നിരിക്കുക. ആ ദാ വീടിന് താക്കോൽ. ബ്രേക്ക്ഫാസ്റ്റ് പകുതി കൂടുതൽ നീക്കി വെച്ചിട്ടുണ്ട്. അതും കഴിച്ച് എല്ലാം പൂട്ടിയിട്ട് ഇറങ്ങിയാൽ മതി. ചിലപ്പോ ഞാൻ ഓഫീസിലെത്താൻ കുറച്ച് താമസിക്കും. അവിടെ കാണുമല്ലോ. ഞാനുണ്ടാവും സാറേ. ആ ആ ഇന്ദിര, ഓഫീസിലായാലും ഇവിടെ ആയാലും ഞാൻ ഇല്ലാത്തപ്പോ എല്ലാം നോക്കുന്നത് ഈ വിജയം. എന്നാ നമുക്ക് ഇറങ്ങിയാലോ ഇന്ദിര? ശരി. ആ ഓ വിജയ, ഞങ്ങള് ഒരാളെ കാണാൻ ഇറങ്ങോ. ഒരു സാമ്പത്തിക കാര്യത്തിനാണ്. കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ നിന്റെ ഒരു സഹായം വേണ്ടി വരും. വീടിന്റെ പ്രമാണമുണ്ട്. 15 ലക്ഷം രൂപ. അതും ഇന്ന് കിട്ടണം. സാറേ, സാറ് പോയിട്ട് വാ. അത്യാവശ്യത്തിന് മറിക്കാൻ പറ്റിയ പാർട്ടിയൊക്കെ ഈ വിജയന്റെ കയ്യിലും ഉണ്ടല്ലോ. ഞാൻ വിളിച്ചൊന്ന് സൂചിപ്പിച്ചു വെച്ചേക്കാം. എന്താ? ആ അത് മതി. ഇറങ്ങാൻ തരാം. വാ. ശരി. ദാ ആരാ ഇത്? ആ സോനമോളെ. ആ ഇതാരൊക്കെയാ? നിങ്ങളായിരുന്നോ? നിങ്ങളെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ രാവിലെ തന്നെ? വരാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. എന്താ നീ പറയുന്നേ? അമ്മ എന്താ പൊട്ടം കളിക്കാണോ? ഞാൻ അറിയാത്ത ഓരോന്ന് എന്റെ തലയിലായതിന് അമ്മ കൂടി കാരണോ? എന്താ മോളെ, എന്താ പറ്റിയത്? ഞാൻ പറയാം. ഇന്നലെ രാത്രിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. 10 മണിക്ക് മുന്നേ പണം സെറ്റിൽ ചെയ്തില്ലെങ്കിലേ സോനെ അറസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. അയ്യോ ഈശ്വര, എന്താ ഈ കേൾക്കുന്നത്? ഇത്ര അതിശയിക്കാൻ മാത്രം ഒന്നുമില്ല. ഇന്നും എന്തെങ്കിലും തുടങ്ങിയ പ്രശ്നമല്ലല്ലോ ഇത്. നീ എന്താ സോനെ ഒന്നും അറിയാത്ത പോലെ? ഇന്ദ്രന് സത്യന് ശ്രമിക്കാഞ്ഞിട്ടാണോ? പണം റെഡിയാവണ്ടേ? ആ നിങ്ങൾക്കൊക്കെ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാ. അത് അനുഭവിക്കേണ്ടത് സോനയല്ലേ? നിങ്ങൾ വിഷമിക്കാതെ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാലും അത് നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ വെച്ച് ഇവിടെ തന്നെ മതി. അതാ ഇങ്ങോട്ട് വന്നേ. ഓ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഈ സമയത്ത് ഇന്ദ്രന് ഇവിടെ ഇല്ലാതായി പോയല്ലോ. എന്റെ ഭാനുമ്മേ, അവൻ പണം റെഡിയാക്കാനുള്ള ഓട്ടത്തിലാ. അതെ, ഓടി ഓടി പണം റെഡിയാവുമ്പോ ഞാനവിടെ ജയിലിലായിരിക്കും. അതിന് ഞങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മോളെ? നീ ഈ കേസിൽ നിരപരാധിയാ. അതുകൊണ്ട് തന്നെ നിന്നെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സത്യ. ട്രാവൽസ് സോനയുടെ പേരിലായതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്നതിനൊക്കെ ഇവൾ ഉത്തരവാദിയാ. എന്റെ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഓ എന്റെ ദൈവമേ. ശാരദാന്റെ ആണല്ലോ. നീ ഫോൺ എടുക്കും. ഹലോ ആന്റി. മോളെ, നീ എവിടെയാ? നിന്നെ തിരക്കി ഇവിടെ പോലീസ് വന്നു. പോലീസ് വന്നോ? അതെ മോളെ, നീ എവിടെ പോയി എപ്പോ വരൂന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അറിയില്ലെന്നാ പറഞ്ഞേ. അവരിപ്പോ മോള് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുക. ഈശ്വര. പേടിക്കാതെ മോളെ. മോൾ അവിടെ ഉണ്ടെങ്കിൽ
മോളവിടുന്ന് മാറുന്നതാ ബുദ്ധി. ഇപ്പൊ അവരുടെ മുന്നിൽ ചെല്ലുന്നതേ ശരിയാവില്ല. ശരി ആന്റി, ഞാൻ ആന്റിയെ വിളിച്ചോളാം. ശരി മോളെ, സൂക്ഷിക്കണേ. എന്നെ തിരക്കി പോലീസ് വീട്ടിൽ ചെന്നു. ഇപ്പൊ ജോലി സ്ഥലത്തേക്ക് പോയിരിക്കുവാണെന്ന് ശാരദ ആന്റിയെ വിളിച്ച്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാൻ? അമ്മ ഏട്ടന്മാരെ സ്നേഹിച്ചതിന്റെ ഗുണം ഞാൻ ജയിലിൽ പോയി കിടന്ന് അനുഭവിച്ചോളാം.